ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാത്തവരില്ല. പലവിധത്തിലെ ഉള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നു പോകുന്നത്. ചില കുടുംബങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ചിലരുടെ ഭവനങ്ങളിലാണെങ്കിൽ രോഗപീഠകൾ, മാരക രോഗപീഠകളും പെട്ടെന്നുള്ള മരണങ്ങളും ഒക്കെ അവരെ തളർത്തിയിരിക്കുന്നു. ചില കുടുംബങ്ങളിൽ മക്കളുടെ ദുശീലങ്ങൾ, മയക്കുമരുന്ന്, കഞ്ചാവ്, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾ അത് മാതാപിതാക്കളെ തളർത്തുന്നു. ചിലരുടെ കുടുംബങ്ങളിൽ അവരുടെ ദാമ്പത്യം തകർന്നു പോകുന്നു, തെറ്റായ സ്നേഹബന്ധങ്ങളും പ്രതിസന്ധികളും. ചില കുടുംബങ്ങളിൽ ജോലിയില്ലാത്ത അവസ്ഥകൾ, ചിലയിടങ്ങളിൽ വന്യജീവികളുടെ ശല്യം, ചില കുടുംബങ്ങളിൽ പരസ്പരമുള്ള ഭിന്നതകളും പ്രതിസന്ധികളും, സ്നേഹമില്ലാത്ത അവസ്ഥകൾ, ചില സ്ഥലങ്ങളിൽ മാതാപിതാക്കളും മക്കളും എതിരായി നിൽക്കുന്ന അവസ്ഥ, ചിലയിടങ്ങളിൽ സഹോദരങ്ങൾക്കിടയിലുള്ള വലിയ വഴക്കുകളും പ്രതിസന്ധികളും. അങ്ങനെ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അധികം നമ്മളെ വേദനിപ്പിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സഹോദരങ്ങൾ തമ്മിൽ എതിരാവുക, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ എതിരാവുക, അത് ഒത്തിരിയേറെ വേദന ജനിപ്പിക്കുന്ന പ്രതിസന്ധികളും അസ്വസ്ഥതകളുമാണ്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ദാവീദ് രാജാവ് കടന്നു പോകുമ്പോൾ അദ്ദേഹം ഹൃദയവേദകളോടുകൂടെ എഴുതിയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 55. അതിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സ് കടന്നുപോയ പലവിധത്തിലുള്ള സങ്കടങ്ങൾ, ആകുലതകൾ എല്ലാം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ നിന്നൊക്കെ കരകയറുവാൻ സഹായിക്കുകയാണ്. 55-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ 4-5 തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു, മരണഭീതി എൻ്റെ മേൽ നിബദ്ധിച്ചിരിക്കുന്നു, ഭയവും വിറയലും എന്നെ പിടികൂടിയിരിക്കുന്നു, പരിഭ്രാന്തി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ വിദൂരങ്ങളിൽ ചുറ്റിത്തുരിയുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. ഇപ്പോൾ ദാവീദ് രാജാവ് പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ്, ഹൃദയം വേദന കൊണ്ട് പിടയുകയാണ്, മരണഭീതി എന്നെ അലട്ടുക. ഇപ്പോൾ ദാവീദിൻ്റെ കുടുംബം സന്തോഷമുള്ള, സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, അബ്സലോം എന്ന് പറയുന്ന ഒരു മകൻ അദ്ദേഹത്തിനെതിരായി. അപ്പോൾ ഈ മകനും അത്രയും കാലം തൻ്റെ കൂടെ നിന്ന് തനിക്ക് സേവനം ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സേവകരും എതിർപക്ഷത്തേക്ക് പോയപ്പോൾ ഈ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാനാവാത്ത ഒരു വലിയ വേദനയായിരുന്നു. കാരണം ഇവിടെ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നതും നിലനിൽക്കുന്നതും അപ്പനും മകനും തമ്മിലാണ്. അപ്പനും മകനും തമ്മിൽ ശത്രുക്കളായി തീരുന്ന ഒരവസ്ഥ. അതേസമയം അപ്പൻ ഈ മകനെ ജീവന് തുല്യം സ്നേഹിച്ചു. മകൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അവൾ ഏതു കുടുംബത്തിലാണെങ്കിലും മക്കളെ സ്നേഹിച്ച് വളർത്തുന്ന, വലുതാക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല മക്കളെതിരാവുക, മക്കൾ ശത്രുക്കളായി തീരുക എന്നുള്ളത്. പല കുടുംബങ്ങളിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയുള്ള പല കുടുംബങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഈ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ഈ വലിയൊരു പ്രതിസന്ധി, അപ്പനും മകനും തമ്മിലുള്ള ഈ പ്രതിസന്ധി, ശത്രുത കടന്നു വന്നപ്പോൾ അദ്ദേഹം ഒത്തിരി സങ്കടത്തിലൂടെ, വേദനയിലൂടെയൊക്കെ കടന്നു പോകുക. നിരാശ, സങ്കടം, അതോടൊപ്പം ഭീഷണി, ഇതെല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ഒളിച്ചോടണം, എവിടേക്കെങ്കിലുമൊക്കെ പോകണം, ഈ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് സാധാരണ മനുഷ്യൻ ചിന്തിക്കുക. ദാവീദ് രാജാവും അതുതന്നെയാണ് ചിന്തിച്ചിരുന്നത്. ദാവീദ് രാജാവ് ഇപ്രകാരം തൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ പകരുകയാണ്: ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ, അതെനിക്ക് ചിറകില്ല,
അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് എവിടേക്കും പോകാൻ സാധിക്കുന്നില്ല. ഒരു പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ, പക്ഷികളെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വീടും ഈ കുടുംബത്തിലെ സാഹചര്യങ്ങളും ഈ മക്കളെയൊക്കെ വിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിദൂരത്ത് പോയി വിശ്രമിച്ച് കുറച്ച് ആശ്വാസം കണ്ടെത്തുമായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒളിച്ചോടി പോയാലോ എന്ന് ചിന്തിക്കുന്ന ദാവീദ് രാജാവിനെയാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത്. ഇത് ദാവീദിന്റെ ജീവിതത്തിൽ മാത്രമല്ല, പ്രതിസന്ധികളെ നേരിടുമ്പോൾ, തകർച്ചകളെ നേരിടുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ കടന്നു വരുന്ന ചിന്തകളാണ്. എവിടേക്കെങ്കിലുമൊക്കെ പോവുക, ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക, ഇപ്പോൾ ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക. അനേകം കുടുംബങ്ങളിൽ നിന്ന് അനേകം മാതാപിതാക്കൾ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, അനേകം മക്കൾ മാറി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളത് കാണുന്ന കാഴ്ചകളാണ്. ദാവീദിന്റെ ജീവിതത്തിലും അതേ ചിന്തകൾ തന്നെയാണ് കടന്നു വരുന്നത്. അദ്ദേഹം അങ്ങനെ എവിടേക്കെങ്കിലും പോയാലോ എന്നൊക്കെ ചിന്തിക്കുക. ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രേരണയാൽ ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം ആഹാബ് രാജാവിൻ്റെ ഭാര്യ ജെസബലും ഏലിയാ പ്രവാചകന് എതിരായി തീർന്ന ശേഷം അദ്ദേഹത്തിന് വധഭീഷണി നേരിടുമ്പോൾ അദ്ദേഹം വളരെയധികം അസ്വസ്ഥനാകുന്നുണ്ട്. ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഏലിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കും. 19-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഏലിയ ദൈവത്തോട് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് മടുത്തു, എനിക്ക് മതിയായി, എന്നെ വിളിക്കുക, ഞാൻ മരണം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും ശക്തനായിട്ടുള്ള പ്രവാചകൻ പോലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ദൈവത്തോട് പറയുന്നത് എനിക്ക് മരണമാണ് നല്ലതെന്നാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. ജെറമ്യയുടെ ജീവിതത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ വചനം ഇങ്ങനെ പറയുകയാണ്: മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം എന്ന് പറഞ്ഞൊരു സത്രം, ഒരു താമസിക്കാൻ ജീവിക്കാൻ ഒരിടം ലഭിച്ചിരുന്നെങ്കിൽ, മരുഭൂമിയിൽ ആരുമില്ലാത്ത വിജനപ്രദേശത്ത് എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് പോകുമായിരുന്നു. ഇവരെല്ലാം വിട്ട്, ഈ ജനത്തെ വിട്ട് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ജെറമ്യാ പ്രവാചകനും ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നേരിട്ടപ്പോൾ ഏലിയായാണെങ്കിലും ജെറമ്യയാണെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാറിപ്പോകാനാണ്. ഇതുതന്നെയാണ് ദാവീദ് രാജാവും പ്രാർത്ഥിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഇന്നത്തെ ലോകത്തിൽ വളരെ ശക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രതിസന്ധിയാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, ബന്ധ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളുടെ ആഴം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങള്, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് സ്വാർത്ഥമായ അവരുടെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം എന്തും ചെയ്യാൻ തയ്യാറാകുന്ന യുവതി യുവാക്കൾ, തെറ്റായ സ്നേഹബന്ധങ്ങളിലും സോഷ്യൽ നെറ്റ്വർക്ക്സിലും ഒക്കെ അടിമപ്പെട്ട് പല തെറ്റായ കാര്യങ്ങളിലൂടെയും പോകുന്ന അനേകർ, ഇവിടെയുള്ള ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരിൽ കൂടുതൽ പേരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒളിച്ചോടുക, ഇതിൽ നിന്ന് പോവുക. പലവിധത്തിലുള്ള ഒളിച്ചോട്ടങ്ങളുണ്ട്. ചിലർ അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു. ചില ആളുകൾ മാനസികമായിട്ട് ഒളിച്ച് ഒരു സ്വപ്ന ലോകത്തിൽ അവർ ജീവിക്കുന്നു. ചില ആളുകളുടെ മനസ്സൊത്തിരിയേറെ ഉത്കണ്ഠകളും അല്ലെങ്കിൽ ആകുലതകളാലൊക്കെ നിറഞ്ഞ് വിഷാദ രോഗത്തിലേക്ക്, ഡിപ്രഷനിലേക്ക്, മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നു. പല സർവേകളും നമ്മൾ പരിശോധിച്ചാൽ ഇന്നത്തെ ലോകത്തിൽ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന അനേകം വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. വിഷാദ രോഗത്തിലേക്കും ഡിപ്രഷൻ അതുപോലെ മറ്റു മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ ഭയങ്ങളിലൂടെ, അകാരണമായ ഭയങ്ങളിലൂടെ, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥകളിലൂടെയൊക്കെ കടന്നു അവരൊക്കെ അതും ജീവിതത്തിലൊരു ഒളിച്ചോട്ടമാണ്. ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും സ്വാഭാവികമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും അവരും ഒളിച്ചോടുകയാണ്. മാനസികമായിട്ട് അവർ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. ചില ആളുകൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ നിഷ്ക്രിയരായിട്ട് പോകുന്നു, അതും ഒരു ഒളിച്ചോട്ടമാണ്. ചില ആളുകളൊക്കെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒളിച്ചോടി പോകുന്നു, ലഹരി വസ്തുക്കൾ കഴിക്കുന്നു. അപ്പോൾ അവർ പറയുന്നപ്പോൾ അത് കഴിക്കുമ്പോഴാണ് അവർക്ക് അതെല്ലാം ഒന്ന് മറക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, അതൊക്കെ ഒന്ന് മറക്കാൻ സാധിക്കുന്നത് മദ്യപിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണെന്ന് പലരും പറയുന്നു. ഇങ്ങനെ ചിലരൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്നു. അപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങൾ തന്നെയാണ് ദാവീദിന്റെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. അദ്ദേഹം ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്, എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്ന്. പക്ഷെ അദ്ദേഹം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ അദ്ദേഹം ചിന്തിക്കും. പിന്നെ അദ്ദേഹത്തിന് സ്വന്തം മകൻ തന്നെ, ഇത്രയും സ്നേഹിച്ചു വളർത്തിയ മകൻ തന്നെ തനിക്കെതിരായി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യ ചിന്തകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിറയുകയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയുണ്ടാവുകയാണ്, എനിക്കെതിരെ നിൽക്കുന്ന മകനും മകൻ്റെ കൂടെ നിൽക്കുന്ന മറ്റുള്ള കൂട്ടുകാരും ഒക്കെ എത്രയും പെട്ടെന്ന് മരിച്ചു പോകണം എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതും സ്വാഭാവികമാണ്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, എതിർപ്പുകളൊക്കെ വരുമ്പോൾ വളരെയധികം വൈരാഗ്യം, വിദ്വേഷമൊക്കെ വന്നറിയും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂൾ കുട്ടികൾ പോലും അവരുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തീർക്കുന്നത് പുറമെ വലിയ തുകയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് തങ്ങളുടെ സുഹൃത്തുക്കളെ കൈകാര്യം ചെയ്യുന്ന രീതികൾ പോലും നമ്മുടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കടന്നു വന്നിരിക്കുന്നത് നമ്മൾ പത്രങ്ങളിലും TV വാർത്തകളിലും കാണുന്നു. അപ്പോൾ മനുഷ്യർ, വൈരാഗ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യർ, പ്രതികാര ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യർ, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. ചില കുടുംബങ്ങളിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വാർത്ത, സ്വന്തം അപ്പനെതിരായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നവർ, അമ്മയ്ക്കെതിരായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നവർ, അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിക്കെതിരായിട്ട്, സ്നേഹിക്കുന്നവർക്കൊക്കെ എതിരായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വെറുപ്പ്, വിദ്വേഷം സ്വാഭാവികമായിട്ട് മനസ്സിൽ വന്നറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദാവീദ് രാജാവ് ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ആ തിന്മകളൊന്നും അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തെ ആത്മാവ് നയിക്കുകയാണ്. 16-17 വചനങ്ങളിൽ, 55-ാം സങ്കീർത്തനത്തിന്റെ 16-17 വചനം നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, കർത്താവ് എന്നെ രക്ഷിക്കും. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും. അപ്പോൾ ദാവീദ് രാജാവ് ആത്മാവിനാൽ നയിച്ചു പറയുകയാണ്, ഞാൻ ദൈവത്തിനെ വിളിച്ച് കരയും. ഞാൻ പ്രഭാതത്തിലും സന്ധ്യയിലും ഒക്കെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ദാവീദിന് നല്ല ചിന്ത കൊടുക്കുകയാണ്. അങ്ങനെ സങ്കീർത്തനം 55-22 വാക്യത്തിലെത്തുമ്പോൾ ദാവീദ് രാജാവ് വളരെ ശാന്തതയോടുകൂടെ, ദൈവം കൊടുത്ത ശാന്തതയോടുകൂടെ അദ്ദേഹം പറയുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അപ്പോൾ വലിയൊരു പ്രത്യാശ കൊണ്ട് അദ്ദേഹം നിറയുകയാണ്, വലിയൊരു വിശ്വാസം കൊണ്ട് അദ്ദേഹം നിറയുകയാണ്. ഭാരപ്പെടുത്തുന്ന ചിന്തകളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ആത്മഹത്യ ചെയ്യുകയോ ഒന്നുമല്ല ശാശ്വതമായ പരിഹാരം. വാശിയും വൈരാഗ്യവും കൊണ്ട് നിറഞ്ഞ് പ്രതികാരം ചെയ്യുന്നതുമല്ല ശാശ്വതമായ പരിഹാരം. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ ഭാരങ്ങൾ, നിന്നെ അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിന്നെ താങ്ങും. ദൈവം നിന്നെ സഹായിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും ആശ്വാസവും നിനക്ക് കിട്ടുന്ന വിജയവും വളരെ വലുതായിരിക്കും. അതാണ് സങ്കീർത്തനം 55 അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും മനുഷ്യരെന്ന നിലയിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, സമാനമായ അനുഭവങ്ങൾ നമ്മളെ തളർത്തുമ്പോൾ, നമുക്ക് ദാവീദ് രാജാവിൻ്റെ ഈ ചിന്തകളിലൂടെ കടന്നു പോകാം. അദ്ദേഹത്തെ ആത്മാവ് നയിച്ച് എടുപ്പിക്കുന്ന നല്ല തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തുടർന്നു വരുന്ന ആരാധനയിൽ നമ്മളും ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാറുണ്ടോ, ഇപ്പോൾ ഞാൻ ഒളിച്ചോടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. അതോടൊപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലും തർക്കങ്ങളിലും നമ്മൾ വൈരാഗ്യം കൊണ്ടും പ്രതികാരക ചിന്തകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണോ, അതാണോ എന്നെ ഇപ്പോൾ നയിക്കുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിന് വിളിച്ചപേക്ഷിക്കാം. എല്ലാ ഭാരങ്ങളും കർത്താവിന് സമർപ്പിക്കാം. തുടർന്നു വരുന്ന ആരാധനയിൽ എല്ലാ ഭാരങ്ങളും കർത്താവിന് സമർപ്പിച്ച് കൂടുതൽ സൗഖ്യത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, അനുഗ്രഹത്തിലേക്കും നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവവുമാ അടിയനിതാ അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ നാഥ അടിയനിതാ അടിയനിതാ അടിയനിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. എല്ലാം സാധിക്കുന്ന, ഏതു മേഖലയിലേക്കും കടന്നു വരാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവം, ഒന്നും അസാധ്യമല്ലാത്ത ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും പലവിധത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുമ്പോഴും കർത്താവിനെ ആ ഭാരങ്ങൾ ഏൽപ്പിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ദൈവികമായ സംരക്ഷണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിച്ചത്. ദാവീദ് രാജാവ് കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ. എങ്കിൽ പോലും ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ, സ്വന്തം മക്കളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ പിതാവ് തകർന്നു പോയി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ തകർന്നു പോകുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ, സ്വന്തക്കാരിൽ നിന്ന് തന്നെ, സഹോദരങ്ങളിൽ നിന്ന് തന്നെ, മാതാപിതാക്കളിൽ നിന്ന് തന്നെ, മക്കളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാണ്. ആ പിതാവും തകർന്നു പോയി. ജീവിതത്തിൽ ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. പിന്നീട് അദ്ദേഹം ശക്തമായിട്ടുള്ള പ്രതികാര ചിന്തകളാലും വൈരാഗ്യത്താലൊക്കെ നിറഞ്ഞു. തനിക്കെതിരായി നിൽക്കുന്ന തൻ്റെ മകനും തൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ മറുപക്ഷത്തേക്ക് ചാടിപ്പോയ തൻ്റെ സുഹൃത്തുക്കളുമെല്ലാം നശിച്ചു പോകാനും മരിച്ചു പോകാനും ഒരു പാതാളം വിഴുങ്ങാനുമൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. പക്ഷെ ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിപരീതമായ ചിന്തകളിൽ നിന്നൊക്കെ അദ്ദേഹത്തെ പതുക്കെ പതുക്കെ ആത്മീയ ചിന്തകളിലേക്ക് നയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തിൻ്റെ ഭാരങ്ങളൊക്കെ സമർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന് വലിയ ആശ്വാസവും സന്തോഷവും സൗഖ്യം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എത്രമാത്രം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. എത്രയോ പേർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു. എത്രയോ പേർ മാനസികമായിട്ട് തകർന്ന് നിഷ്ക്രിയരായി മാറുന്നു. എത്രയോ പേർ വൈരാഗ്യത്തിലും പ്രതികാര ചിന്തകളിലും കഴിയുന്നു. നമുക്കാവശ്യം കർത്താവിൽ ആശ്രയിക്കുകയാണ്. കർത്താവിൻ്റെ ഭാരങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ്. അതിനുള്ള കൃപയും അതിനുള്ള വിശ്വാസവും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച്
എല്ലാ പ്രശ്നങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ സ്നേഹം അയക്കണം. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക. എല്ലാം സമർപ്പിച്ച് എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, മഹത്വം, 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 മഹത്വം. ഈശോയുടെ ആശ്വാസം എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും കടന്നു വരട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന. ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാ ഭാരങ്ങളും കർത്താവിനെ സമർപ്പിച്ച് ഈശോയുടെ ആശ്വാസവും സൗഖ്യവും നമുക്ക് സ്വന്തമാക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.